വന്നല്ലോ. Students, hello dear students, welcome back. Hello everyone. ഇന്ന് നമ്മുടെ ഷെഡ്യൂളിൽ നേരത്തെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഷെഡ്യൂളിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ നമുക്കൊരു 2 minutes വെയിറ്റ് ചെയ്യാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, അല്ലെങ്കിൽ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. പി വി സാറ് ഇന്ന് മുടക്ക് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കയറി വന്നുള്ളത്. സോ പി വി സാർക്ക് ഇന്ന് എന്തോ ഒരു എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു. സോ ആ കാരണം കൊണ്ട് പി വി സാറ് ഷെഡ്യൂൾ ചെയ്ത പി വി സാറെ ക്ലാസ് മാറ്റിയിട്ട് പകരമാണ് ഞാൻ വന്നുള്ളത്. സോ പി വി സാറ് പകരം മറ്റൊരു ദിവസം വന്നോളും. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. സോ സാധാരണ ജോയിൻ ചെയ്യുന്നവരെ ഒന്നും കാണുന്നില്ലല്ലോ, ടൈം ആയല്ലോ. സോ നിങ്ങളുടെ ഫ്രണ്ട്സ്, സ്കൂളിലെയും യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് ലൈവിൽ ജോയിൻ ചെയ്യാൻ പറയാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അധികം ലേറ്റ് ആവാതെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഓക്കെ, ഡ്യുവൽ നേച്ചർ എന്ന ചാപ്റ്റർ ഒരു 2 minutes കൂടെ, 7:02. ലെറ്റ്സ് വെയിറ്റ് ഫോർ 2 minutes. സോ സെക്കൻഡ് ഇയറിലെ ഫിസിക്സിന്റെ സെക്കൻഡ് പാർട്ടിൽ വരുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ വളരെ ചെറിയ ഒരു ചാപ്റ്റർ ആണ് ഡ്യുവൽ നേച്ചർ. ആക്ച്വലി ഡ്യുവൽ നേച്ചറിന്റെ ഒരു ഇമ്പോർട്ടൻസ് എല്ലാ വർഷവും, ഇപ്പോൾ ജെയുടെ ഒക്കെ ഒരു അനാലിസിസ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. സോ ജെഇ മെയിൻസിന് ടോപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്ററുകളുടെ ലിസ്റ്റിൽ 10 ചാപ്റ്റർ എടുത്തപ്പോൾ ഫിസിക്സിലെ ടോട്ടൽ ചാപ്റ്റേഴ്സിൽ ഒരു 10 ചാപ്റ്റർ നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്റർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അതിൽ കറണ്ട് ഇലക്ട്രിസിറ്റിയും ഇലക്ട്രോസ്റ്റാറ്റിക്സും മൂവിങ് ചാർജസ് ഒക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ ആ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഡ്യുവൽ നേച്ചർ. സോ ഡ്യുവൽ നേച്ചറിൽ ഡെലീറ്റഡ് ടോപ്പിക്സ് ഉണ്ട്. ഡ്യുവൽ നേച്ചറിന്റെ ഏറ്റവും അവസാനം വരുന്ന ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ്, അല്ലെങ്കിലും അതിൽ നിന്നും വല്ലാണ്ട ക്വസ്റ്റ്യൻസ് ഒന്നും എവിടെയും ചോദിച്ച് കാണാറില്ല. സോ ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ടോപ്പിക് ആക്ച്വലി ഡിലീറ്റഡ് ആണ്. ഓക്കെ, സോ ഡ്യുവൽ നേച്ചറിലെ, പക്ഷെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, ഡ്യുവൽ നേച്ചർ നീറ്റിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ജെയെ സംബന്ധിച്ചിടത്തോളം, ഈവൻ ദോ ദ ചാപ്റ്റർ ഈസ് വെരി സ്മോൾ, അതിൽ നിന്ന് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ നീറ്റിനും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ജെഇ മെയിൻസിനും ചോദിക്കാറുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഡ്യുവൽ നേച്ചർ. വളരെ ചെറിയ, സിമ്പിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ചാപ്റ്റർ ആണ്. സോ നിങ്ങൾ ഗ്രൂപ്പിൽ ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ സാധാരണ ജോയിൻ ചെയ്യുന്നവരോട് എത്രയും പെട്ടെന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറയാം. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലക്ട്രോൺ എമിഷൻ. 3 ടൈപ്പ് എമിഷൻസ് ആണ് ഇലക്ട്രോൺസ്, അതായത് ഒരു മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തു വരുന്നത് 3 രീതിയിലാണ്. തെർമിയോണിക് എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആസ് ദാറ്റ്, അതിന്റെ പേര് പോലെ തന്നെ നന്നായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ കൈനറ്റിക് എനർജി കൂടിയിട്ട് ഇലക്ട്രോൺസ് മെറ്റീരിയലിൽ നിന്ന് പുറത്തു വരാം. രണ്ടാമത്തത് ഫീൽഡ് എമിഷൻ. വെരി ഹൈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നമുക്കൊരു മെറ്റീരിയൽ ഒരു ഇലക്ട്രോണിനെ പുറത്തേക്ക് പറിച്ചെടുക്കുന്ന രീതിയിൽ പുറത്തെടുക്കാം. അതാണ് കാഥോഡ് റേ എക്സ്പെരിമെന്റിലൊക്കെ വരുന്നത് ഫീൽഡ് എമിഷൻ ആണ്. മൂന്നാമത്തതാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫോട്ടോൺസ് അഥവാ ലൈറ്റ് ഇലൂമിനേറ്റ് ചെയ്തുകൊണ്ട് ലൈറ്റ് അടിച്ച് നമ്മൾ ഒരു മെറ്റീരിയലിനെ എസ്പെഷ്യലി മെറ്റൽസിന്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസിനെ പുറത്ത് ചാടിക്കുന്ന രീതിയാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. സോ ഡ്യുവൽ നേച്ചർ എന്ന ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ള സാധനം ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ആണ്. നൗ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1990, കുറച്ച് പഴയ ക്വസ്റ്റ്യൻ ആണ്. I think it's older than me. In which of the following emission of electron does not takes place? Electron emission നടക്കാത്തത് എവിടെ എന്നുള്ള ഒരു ചോദ്യമാണുള്ളത്. സോ തെർമിയോണിക് എമിഷൻ, അവിടെ ഇലക്ട്രോൺ എമിഷൻ നടക്കും. ഡസ് നോട്ട് ടേക്ക് പ്ലേസ് എന്നാണ് ചോദ്യം. എക്സ്റേ എമിഷൻ, എക്സ്റേസ് മേ ബി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും EM വേവ്സ് ചാപ്റ്ററിലൊക്കെ. എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈ എനർജി ഇലക്ട്രോൺസിനെ ഒരു മെറ്റൽ സർഫസിലേക്ക്, ഒരു ഹെവി മെറ്റൽ സർഫസിലേക്ക് ബൊംബാർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് എക്സ്റേസ് പുറത്തു വരും. സോ എക്സ്റേ എമിഷനിൽ പുറത്തു വരുന്നത് ഇലക്ട്രോൺ അല്ല, എക്സ്റേ ആണ്. ഏതായാലും ലെറ്റ്സ് കീപ് ഇറ്റ് ദെയർ. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഡെഫിനറ്റ്ലി ഇലക്ട്രോൺ പുറത്തു വരും. നൗ വാട്ട് ഈസ് സെക്കൻഡറി എമിഷൻ? സെക്കൻഡറി എമിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഒരു ഇലക്ട്രോൺ ഹൈ എനർജി ഇലക്ട്രോൺസ് കൊണ്ട് നമ്മൾ ഒരു മെറ്റൽ ആറ്റത്തിനെ ഹിറ്റ് ചെയ്തു. അങ്ങനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ ഇലക്ട്രോൺ ചെന്ന് ഇടിച്ച കാരണം കൊണ്ട് മറ്റൊരു ഇലക്ട്രോൺ പുറത്തു വരുന്നതിനെയാണ് സെക്കൻഡറി എമിഷൻ എന്ന് വിളിക്കുക. സോ അവിടെയും ഇലക്ട്രോൺ എമിഷൻ നടക്കുന്നുണ്ട്. ഇലക്ട്രോൺ എമിഷൻ അല്ല, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയ എക്സ്റേസിന്റെ എമിഷൻ ആണ് ഇതിൽ നടക്കുന്നത്. സോ അവിടെ ഇലക്ട്രോൺ എമിഷൻ ഇല്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, നൗ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് ഉണ്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പെരിമെന്റൽ സ്റ്റഡീസ്. നൗ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലെ എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് കാണിക്കുന്നത് ഇന്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്, നമ്മൾ ഒരു മെറ്റൽ സർഫസിലേക്ക് ഹൈ ഇന്റൻസിറ്റിയിൽ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും. സോ ഇന്റൻസിറ്റി is proportional to photoelectric current. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. അതാണ് ഒരു റിസൾട്ട്. കൂടുതൽ ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ കറണ്ട് ഉണ്ടാവും, കുറഞ്ഞ ഇന്റൻസിറ്റി ആണ് കുറഞ്ഞ കറണ്ട് വരും. സോ ഇവിടെയൊക്കെ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ഓർമ്മ വേണം. ദർ ഈസ് എ കണ്ടീഷൻ ദാറ്റ് ദ ഫ്രീക്വൻസി ഹാസ് ടു ബി ഗ്രേറ്റർ ദാൻ എ ത്രഷോൾഡ് ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുള്ളൂ. ത്രഷോൾഡ് ഫ്രീക്വൻസിയിലും താഴെ ഉള്ള ഒരു ലൈറ്റ് ആണെങ്കിൽ അത് എത്ര വലിയ ഇന്റൻസിറ്റി ആണെങ്കിലും ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. നൗ ഇത് എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. നൗ രണ്ടാമത്തെ ഗ്രാഫ് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും തമ്മിലുള്ള റിലേഷൻ ആണ്. അതിൽ തന്നെ ഡിഫറന്റ് ഇന്റൻസിറ്റികൾക്ക് ഈ കറണ്ട്, ഈ കാണുന്ന കറണ്ട് ഇല്ലേ ഇവിടെ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന, ഇതിനെയാണ് സാച്ചുറേഷൻ കറണ്ട് എന്ന് വിളിക്കുക. നൗ ഈ പറയുന്ന സാച്ചുറേഷൻ കറണ്ട് ആണ് ഇന്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ. ഇതിൽ ഇന്റൻസിറ്റി നോക്കിയ I3, I2, I1, ഇന്റൻസിറ്റി I3 കൂടുതലാണ്. ഇന്റൻസിറ്റി I3 കൂടുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിന്റെ സാച്ചുറേറ്റഡ് വാല്യൂം കൂടുതൽ ഉണ്ടാകും. നൗ ആ സാച്ചുറേഷൻ കറണ്ട് ഇന്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണ്, അത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ നമ്മൾ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ, റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ നോക്ക്, റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന സാച്ചുറേഷൻ അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കുറഞ്ഞു വന്ന് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 0 ആകുന്ന ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുക. നൗ ഇന്റൻസിറ്റി കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ റിമൈൻസ് ദ സെയിം. സോ രണ്ടാമത്തെ റിസൾട്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റൻസിറ്റി. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇന്റൻസിറ്റിക്ക് ഇൻഡിപെൻഡന്റ് ആണ്. ഇന്റൻസിറ്റി കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുന്നില്ല. നൗ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആക്ച്വലി ഇൻഡിക്കേറ്റ്സ് ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ്. സോ മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇലക്ട്രോൺസിന്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഇലക്ട്രോണിന്റെ ചാർജും കൂടെ മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആണ്. നൗ അടുത്ത ഗ്രാഫ്, ഇതൊക്കെ ചാപ്റ്ററിൽ ഉള്ളതാണ്. അടുത്ത ഗ്രാഫ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് വേഴ്സസ് വൺസ് അഗൈൻ കളക്ടർ പൊട്ടൻഷ്യൽ തന്നെയാണ്. അവിടെ നമ്മൾ മാറ്റുന്ന ക്വാണ്ടിറ്റി ഫ്രീക്വൻസി ആണ്.
അവിടെ നമ്മൾ ഹയർ ആൻഡ് ഹയർ ഫ്രീക്വൻസീസ് എടുക്കുന്നു. സോ ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഇന്റൻസിറ്റി റിമെയിൻസ് സെയിം ആണെന്നുണ്ടെങ്കിൽ സാച്ചുറേഷൻ കറണ്ട് പഴയതുപോലെ കോൺസ്റ്റന്റ് ആയി വരും. പക്ഷേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഓരോന്നിലും വ്യത്യസ്തമാണ്. ഓക്കെ. ഹാദി ചോദിക്കുന്നത് നോട്ട്സ് ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യും. ഞാൻ ഓൾറെഡി കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ 1-2 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അത് ഗൂഗിൾ ഡ്രൈവിന്റെ ലിങ്ക് ഷെയർ ചെയ്യും. സോ ആ ഡ്രൈവിൽ നിന്ന് നിങ്ങൾക്ക് വ്യൂ ചെയ്യാം, അതേപോലെ തന്നെ ഡൗൺലോഡും ചെയ്യാം. അതിനുള്ള ഫെസിലിറ്റി നമ്മൾ റെഡി ആക്കുന്നുണ്ട്. ഓക്കെ. സോ ഏതായാലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസി, നമ്മൾ അപ്ലൈ ചെയ്ത ഫ്രീക്വൻസി നോക്കിയേ, ഫ്രീക്വൻസി ν3 ആണ് വലുത്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുതലാണ്. സോ നമുക്ക് അവിടുന്ന് പറയാൻ പറ്റുന്ന റിസൾട്ട്, stopping potential is proportional to frequency. Stopping potential is proportional to frequency. Higher the frequency, higher the stopping potential. അപ്പൊ അവിടുന്ന് തന്നെ മറ്റൊരു കാര്യം കൂടെ വരും. ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് അനുസരിച്ചാണല്ലോ മാക്സിമം കൈനറ്റിക് എനർജി. സോ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, മാക്സിമം കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി, ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഫ്രീക്വൻസി. ഓക്കെ. സോ ലേറ്റ് ആയി ജോയിൻ ചെയ്തവര് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ ഉള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ എക്സ്പെരിമെന്റൽ സ്റ്റഡി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റൻസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ, അതേപോലെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്ന മാറ്റുന്നതിനനുസരിച്ച് ഒക്കെ എങ്ങനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷനിൽ മാറ്റം വരുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഏതായാലും ലാസ്റ്റ് എക്സ്പെരിമെന്റൽ സ്റ്റഡി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത് പ്രൊപ്പോർഷണൽ ആണെന്ന്. അതിന്റെ ഡിഫറെന്റ് കേസുകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് നോക്കിയേ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഫ്രീക്വൻസി സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണ് വരുന്നത്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസി തമ്മിലുള്ള ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. പക്ഷേ ദ ഗ്രാഫ് ഓൺലി സ്റ്റാർട്ട്സ് അറ്റ് എ ഫ്രീക്വൻസി എബവ് എ ത്രഷോൾഡ് ഫ്രീക്വൻസി. ഒരു ത്രഷോൾഡ് ഫ്രീക്വൻസിയുടെ മുകളിൽ മാത്രമേ അവിടുന്ന് അങ്ങോട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അതൊരു ഡിഫറെന്റ് മെറ്റീരിയൽ ആണ് എങ്കിൽ അതിന്റെ ത്രഷോൾഡ് ഫ്രീക്വൻസി ഡിഫറെന്റ് ആണ്. സോ ത്രഷോൾഡ് ഫ്രീക്വൻസി ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയൽ. ഓക്കെ. നൗ അതിൽ തന്നെ ത്രഷോൾഡ് ഫ്രീക്വൻസിന്റെ എബവ് ആണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. മറ്റൊരു ഇമ്പോർട്ടന്റ് റിസൾട്ട്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫിന്റെ സ്ലോപ്പ്. നിങ്ങൾ നോക്കിയേ, ഈ കാണുന്ന ഫിഗറിൽ തന്നിരിക്കുന്ന സ്ലോപ്പ്, രണ്ട് ഡിഫറെന്റ് മെറ്റീരിയൽ ആണെങ്കിലും സ്ലോപ്പ് ഈസ് എ കോൺസ്റ്റന്റ്. രണ്ടിനും ഒരേ സ്ലോപ്പാണ്. സോ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. സോ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന്റെ മുന്നേ നമുക്ക് ഫോട്ടോ ഇലക്ട്രിക്, ഈ പറഞ്ഞ വിഷയം എന്തുകൊണ്ട് ഇങ്ങനെ എന്നത് ആദ്യമായി എക്സ്പ്ലെയിൻ ചെയ്തത്, എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള റിസൾട്ടുകൾ വരുന്നത് എന്ന് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത്. ആക്ച്വലി NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടോപ്പിക് പറയുന്നത്, NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പോയിന്റ്, ആ സമയത്ത് അതായത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ലൈറ്റിന്റെ മോഡൽ എന്ന് പറയുന്നത് വേവ് മോഡൽ ഓഫ് ലൈറ്റ് ആണ്. വേവ് മോഡൽ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. സോ ഹയർ ദ ഇന്റൻസിറ്റി, ഹയർ ദ എനർജി, ദാറ്റ് മീൻസ് അതായത് വേവ് മോഡൽ അനുസരിച്ച് ഹയർ ഇന്റൻസിറ്റി ആണെങ്കിൽ ഹയർ കൈനറ്റിക് എനർജി ഉണ്ടാവും, ഹയർ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വരേണ്ടതാണ്. എന്നാൽ ഹയർ ഇന്റൻസിറ്റി കൊടുക്കുമ്പോഴും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ റിമെയിൻസ് സെയിം ആണ്. നൗ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാകാനേ പാടില്ല വേവ് മോഡൽ അനുസരിച്ച്. കാരണം ലോവർ ഫ്രീക്വൻസിയിലാണെങ്കിലും ഹൈ ഇന്റൻസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കേണ്ടതാണ്, അത് നടക്കുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ അല്ല, ത്രഷോൾഡ് ഫ്രീക്വൻസിന്റെ താഴെയുള്ള ഏതൊരു ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞാലും അവിടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നില്ല. ഇനി മൂന്നാമത്തെ കാര്യം, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നമ്മൾ ലൈറ്റ് അടിക്കുന്ന ഇൻസ്റ്റന്റ് തന്നെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. എന്നാൽ വേവ് മോഡൽ അനുസരിച്ച് ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ കുറെ സമയം അബ്സോർബ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ചാൽ മാത്രമേ ഒരു ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ലൈറ്റ് അടിച്ച് കുറച്ച് സമയത്തിന് ശേഷം മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവാൻ പാടുള്ളൂ. എന്നാൽ അങ്ങനെയല്ല. സോ ഈ പറയുന്ന വിഷയങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത് മറ്റാരുമല്ല, ഐൻസ്റ്റൈൻ ആണ്.
ഐൻസ്റ്റീൻസ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ടാണ് NCERT ടെക്സ്റ്റ് ബുക്ക് അവിടെ ഈ പറയുന്ന ഫോട്ടോ ഇലക്ട്രിക് എമിഷന്റെ എക്സ്പ്ലനേഷൻ കൊണ്ടുവരുന്നത്. നൗ ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷൻ വളരെ സിമ്പിൾ ആണ്. ലൈറ്റ് ആക്ട്സ് ലൈക്ക് എ പാർട്ടിക്കിൾ. ദ എനർജി of that particle is h nu is dependent on frequency and h is known as the Planck's constant. H is the Planck's constant. മാക്സ് പ്ലാങ്കിന്റെ പേരിലാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഉള്ളത്. മാക്സ് പ്ലാങ്കും നീൽസ് ബോറും ഒക്കെയാണ് ഫാദർ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഉപജ്ഞാതാക്കളായിട്ട് അറിയപ്പെടുന്നത് മാക്സ് പ്ലാങ്കും നീൽസ് ബോറും ഒക്കെയാണ്. എനിവേ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഈ കാണുന്ന ഇങ്ങനെയുള്ളതിനെയാണ് ഫോട്ടോൺ എന്ന് വിളിക്കുന്നത്. Now, every photon interacts with one single electron. Every photon, അല്ലെങ്കിൽ a single photon, an electron interacts with a single photon. ഒരു ഇലക്ട്രോൺ ഒരു സിംഗിൾ ഫോട്ടോണുമായിട്ട് മാത്രമേ ഇന്ററാക്ട് ചെയ്യുകയുള്ളൂ. നൗ ഇഫ് ദ എനർജി ഓഫ് ദ ഫോട്ടോൺ ഈസ് ഗ്രേറ്റർ ദാൻ ദ വർക്ക് ഫംഗ്ഷൻ. എന്താണ് വർക്ക് ഫംഗ്ഷൻ? ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ പുറത്ത് ചാടിക്കാൻ വേണ്ട മിനിമം എനർജിയെ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. ഇങ്ങനെ h nu ഗ്രേറ്റർ ദാൻ വർക്ക് ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുകയുള്ളൂ. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ h nu എന്ന് പറയുന്ന ഒരു ഫോട്ടോണിന്റെ എനർജി ആ വർക്ക് ഫംഗ്ഷനും കൂടാതെ റിമൈനിങ് എനർജി വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺ. ഫോട്ടോ ഇലക്ട്രിക് എമിഷനിൽ നടന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് റിമൈനിങ് എനർജി മാറും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാവുന്ന കാര്യം ഈ പറയുന്ന ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ h nu is equal to വർക്ക് ഫംഗ്ഷൻ പ്ലസ് ദ മാക്സിമം കൈനറ്റിക് എനർജി എന്നതിനെ നമുക്ക് പല രീതിയിൽ മോഡിഫൈ ചെയ്യാം. നൗ ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h nu എന്നുള്ളത് നമുക്ക് hc by lambda ആക്കാം. വർക്ക് ഫംഗ്ഷൻ പ്ലസ് മാക്സിമം കൈനറ്റിക് എനർജി എന്നതിനെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ ടേംസിൽ എഴുതാം. നൗ ഈ കാണുന്നതിൽ ഏറ്റവും കുറഞ്ഞ, അതായത് when frequency is equal to threshold frequency ആകുമ്പോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 0 ആണ്. when frequency is equal to threshold frequency, the stopping potential becomes 0. that means h nu 0 is equal to work function. അതോടുകൂടി നമ്മുടെ ഇക്വേഷൻ വേണമെങ്കിൽ ഇതാ ഇങ്ങനെയും എഴുതാം. h nu is equal to h nu 0 plus maximum kinetic energy. Now ഇതിനെ തന്നെ നമുക്ക് h nu is equal to h nu 0 plus ev0 എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രാഫ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ്, അതിന്റെ ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ev0 is equal to h nu minus h nu 0, അഥവാ v0 is equal to h by e into frequency minus h nu 0 by e. ഈ കാണുന്ന സാധനത്തിനെ നമുക്ക് y equal to mx plus c ആയിട്ട് കമ്പയർ ചെയ്യാം. അവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് y ആക്സിസിലുള്ള ക്വാണ്ടിറ്റി ആണ്. h by e എന്ന് പറയുന്നതാണ് അതിന്റെ സ്ലോപ്പ്, ദാറ്റ്സ് ദ കോൺസ്റ്റന്റ്. h nu 0 by e എന്ന് പറയുന്നതാണ് മൈനസ് h nu 0 by e എന്ന് പറയുന്നതാണ് ആ കാണുന്ന y ഇന്റർസെപ്റ്റ്. അത് നെഗറ്റീവ് വാല്യൂ ആണ്. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ y ഇന്റർസെപ്റ്റ് അവിടെ നെഗറ്റീവ് ആണെന്ന് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം. പലപ്പോഴും പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടി വരുന്ന ഒരു സാധനം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം. hc by lambda അല്ലെങ്കിൽ എനർജി ഓഫ് എ ഫോട്ടോൺ h nu എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിലാവും വേണ്ടി വരിക. എങ്ങനെ ഇതിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം? സോ hc by lambda എന്ന് പറയുന്നത് ജൂളിലാകും. ഈ കാണുന്ന ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാനുള്ള പരിപാടി hc by lambda into ചാർജ് ഓഫ് ഇലക്ട്രോൺ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദ ആൻസർ ഇൻ ഇലക്ട്രോൺ വോൾട്ട്. അതിൽ തന്നെ hc by e എന്ന് പറയുന്നതിനെ നമുക്ക് 1240 ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ഇൻറ്റു നാനോമീറ്റർ, വേവ് ലെങ്ത്തും നാനോമീറ്ററിൽ കൊടുത്താൽ മതി.
അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇൻറ്റു ഇലക്ട്രോൺ വോൾട്ട്. ഈ പറയുന്ന ഇക്വേഷൻ പലപ്പോഴും ആവശ്യം വരും. അതായത് ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് തന്നിട്ട് ലാംഡ വേവ് ലെങ്ത് തന്നിട്ട് നമ്മളെടുത്ത് അതിന്റെ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നാൽ, നമുക്ക് അതിന്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോർമുലയാണ് hc/λe. അത് ആൻസർ ഇലക്ട്രോൺ വോൾട്ടിൽ കിട്ടും. അവിടെ ലാംഡയുടെ വാല്യൂ ആയിട്ട് നാനോമീറ്ററിലുള്ള വേവ് ലെങ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് hc/e can be substituted as 1240 നാനോമീറ്റർ. Now ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഡ്യുവൽ നേച്ചറിൽ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എല്ലാം നമ്മൾ ഈ പറയുന്ന ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനെ മോഡിഫൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത ഇക്വേഷൻസ് ആണ് നമുക്ക് കൊടുക്കേണ്ടി വരിക. നൗ ക്വസ്റ്റ്യൻ നമ്പർ 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. A source of light is placed at a distance 50 cm from a photocell. A source of light is placed at a distance of 50 cm from a photocell. Photocell എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കുന്ന ലൈറ്റ് മെറ്റീരിയലിൽ വന്ന് ഹിറ്റ് ചെയ്ത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കുന്ന സെല്ല്. The stopping potential is found to be V0. If the distance between the light source and the photocell is made 25 cm, the new stopping potential will be. Now ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഫോട്ടോ സെല്ലില് ഫോട്ടോ കാഥോഡ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ടാവും. ആ മെറ്റീരിയലിലേക്കാണ് സോഴ്സിൽ നിന്ന് ലൈറ്റ് വരുന്നത്. ഈ ഡിസ്റ്റൻസ് ആദ്യം 50 സെന്റിമീറ്റർ ആയിരുന്നു. പിന്നെ ആ ഡിസ്റ്റൻസ് സോഴ്സ് കുറച്ചും കൂടെ അടുത്തേക്ക് വെച്ച് ആ കാണുന്ന ഡിസ്റ്റൻസ് 25 സെന്റിമീറ്റർ ആക്കി. നൗ ഇങ്ങനെ സോഴ്സിൽ നിന്ന് ഫോട്ടോ കാഥോഡിലേക്ക് അല്ലെങ്കിൽ ഫോട്ടോ സെല്ലിലേക്കുള്ള ഡിസ്റ്റൻസിൽ മാറ്റം വരുത്തിയാൽ, ഡിസ്റ്റൻസ് 25 സെന്റിമീറ്റർ ആദ്യം 50 സെന്റിമീറ്റർ, ഡിസ്റ്റൻസിൽ മാറ്റം വരുത്തിയാൽ ഏത് ക്വാണ്ടിറ്റിയിലാണ് ചേഞ്ച് വരിക? ഒന്ന് ആൻസർ പറഞ്ഞേ. സോഴ്സിൽ നിന്ന് ഫോട്ടോ കാഥോഡിലേക്കുള്ള ഡിസ്റ്റൻസിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഏത് ക്വാണ്ടിറ്റിയിലാണ്? ആൻസർ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ക്വാണ്ടിറ്റിയിലാണ്? എന്റെ ചോദ്യം അതായിരുന്നില്ല. ഷെഹിലാദി പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. സോ ഏത് ക്വാണ്ടിറ്റിയിലാണ് ചേഞ്ച് വരിക അവിടെ? സോഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ സോഴ്സ് കുറച്ചും കൂടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തിലാണ് മാറ്റം വരുന്നത്? സോഴ്സ് നമ്മൾ കുറച്ചും കൂടെ അടുത്തേക്കായിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തിലാണ് മാറ്റം വരുന്നത്? മാറ്റം വരുന്ന ക്വാണ്ടിറ്റി എന്താണോ? സോഴ്സ് നമ്മൾ അടുത്തേക്ക് വെക്കുന്നതിനനുസരിച്ച് മാറ്റം വരുന്ന ക്വാണ്ടിറ്റി നോക്ക്. ഒരു സോഴ്സ്, ആ സോഴ്സിൽ നിന്ന് നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസിലുള്ള ലൈറ്റിന്റെ എമൗണ്ട് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് ലൈറ്റ് വരും. ആക്ച്വലി ഈ സോഴ്സിൽ നിന്ന് ചുറ്റുഭാഗത്തേക്കും ലൈറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഈ സോഴ്സിൽ നിന്ന് പുറത്തു വരുന്ന മൊത്തം എനർജി അല്ലെങ്കിൽ പവർ, ആ കാണുന്ന പവർ ഇറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ എൻറ്റയർ സ്ഫെറിക്കൽ സർഫസ്. ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ എൻറ്റയർ സ്ഫെറിക്കൽ സർഫസ്. സോ ദ ഇന്റൻസിറ്റി ഈസ് എനർജി falling per unit area per unit time. Energy falling per unit area per unit time. Energy per unit time എന്ന് പറഞ്ഞാൽ that's nothing but its power divided by area. It's 4 pi r square. So the intensity is proportional to 1 by r square. നമ്മൾ കുറച്ചും കൂടെ വലിയ ഈ കാണുന്ന ഫിഗറിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ ചെറിയ ഒരു സ്ഫെറിക്കൽ സർഫസ് ആണ് നമ്മൾ എടുക്കുന്നെങ്കിൽ അവിടെ കുറേം കൂടെ ഇന്റൻസിറ്റി കൂടുതലുണ്ടാവും. കുറച്ചും കൂടെ ദൂരെയാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ അവിടെ ഇന്റൻസിറ്റി കുറവായിരിക്കും. ഓക്കെ, സോ ഇന്റൻസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ റേഡിയസ് അല്ലെങ്കിൽ ദ ഡിസ്റ്റൻസ് ഫ്രം ദ സോഴ്സ് ടു ദ ഫോട്ടോ കാഥോഡ്. സോ ഇന്റൻസിറ്റിക്ക് ഇങ്ങനെ ഇന്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by r square എന്നതൊക്കെ ശരി തന്നെ. പക്ഷെ ഇവിടെ source is placed at okay, ഇവിടെ ചോദിച്ചത് ന്യൂ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഇന്റൻസിറ്റി. ദാറ്റ് മീൻസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് V0 itself. The right answer is option B. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ occurs only when the incident light has more than a certain minimum power, വേവ് ലെങ്ത്, ഇന്റൻസിറ്റി ആൻഡ് ഫ്രീക്വൻസി. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കണമെങ്കിൽ ഒരു മിനിമം ഇന്ന ക്വാണ്ടിറ്റി വേണം. മിനിമം കണ്ടീഷൻ വേണ്ടത് എന്തിനാണ്? പവറിനാണോ, വേവ് ലെങ്തിനാണോ, ഇന്റൻസിറ്റിക്കാണോ, അതോ ഫ്രീക്വൻസിക്കാണോ? The correct answer is frequency. It only happens if the frequency is greater than the threshold frequency. ഇനി ഇതിന്റെ തന്നെ ഒരു കൗണ്ടർ ആയിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്.
only if the wavelength is less than a threshold frequency. ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്തിനേക്കാളും കുറവുള്ള വേവ് ലെങ്ത് ആണെങ്കിൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, സോ അതാണ് ഈ രീതിയിലും ആ ക്വസ്റ്റ്യൻ പറയാറുണ്ട്. 2011 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫോട്ടോ ഇലക്ട്രിക് എമിഷനിൽ നമുക്ക് തിയറി ആയിട്ട് കൂടുതലൊന്നും പറയാനില്ല. ഫോട്ടോ ഇലക്ട്രിക് എമിഷന്റെ ഇക്വേഷൻ ഐൻസ്റ്റീന്റെ H nu = വർക്ക് ഫംഗ്ഷൻ പ്ലസ് മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. അതിനെ നമുക്ക് മോഡിഫൈ ചെയ്ത് പല രീതിയിലേക്ക് മാറ്റാം. ഇല്ല, അപ്പൊ ചോദ്യത്തിന് വേവ് ലെങ്ത്തിന് എന്ന് പറയുന്ന ആൻസർ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന്റെ സെന്റൻസ് ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. occurs only when the incident light has more than എന്ന് പറഞ്ഞാൽ അവിടെ വേവ് ലെങ്ത് പറയാൻ പറ്റില്ലല്ലോ. വേവ് ലെങ്ത് ലെസ് ദാൻ മാക്സിമം വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്തിനേക്കാളും ലെസ് ദാൻ എന്ന് പറഞ്ഞാലല്ലേ അങ്ങനെ വേവ് ലെങ്ത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. മോർ ദാൻ എന്ന് പറയുമ്പോൾ എന്ത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ? ഫ്രീക്വൻസി മാത്രമല്ലേ പറ്റുള്ളൂ. ഓക്കെ, സോ തിരിച്ചായിരുന്നുവെങ്കിൽ അതൊരു പണിയാണ്. അതായത് ക്വസ്റ്റ്യന്റെ സെന്റൻസ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ occurs only when the incident light has less than a maximum എന്ന് പറഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ എപ്പോഴും പറയാറുള്ള ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നുള്ള കാര്യമാണ്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ അങ്ങനെ ചോദ്യം വന്ന് നമ്മളെ ട്രിക്ക് ചെയ്യാനൊക്കെ സാധ്യതയുള്ള ഒരു സാധനമാണത്. സോ വേവ് ലെങ്തിലോ ഫ്രീക്വൻസിയിലോ അത് പറയാം. സോ ഗ്രേറ്റർ ദാൻ എ മിനിമം ഫ്രീക്വൻസി, ലെസ് ദാൻ എ മാക്സിമം ഫ്രീക്വൻസി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. ഈ ചാപ്റ്ററിൽ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. കുറെ അധികം തിയറി ഒന്നും പറയാനില്ല. സോ ക്വസ്റ്റ്യൻ നമ്പർ 4. In photoelectric emission process from a metal of work function 1.8 electron volt, the kinetic energy of most energetic electrons is 0.5 electron volt. The corresponding stopping potential is. Straightforward question ആണ്. വർക്ക് ഫംഗ്ഷൻ ക്വസ്റ്റ്യനിൽ കാര്യമായിട്ടൊന്നുമില്ല. വർക്ക് ഫംഗ്ഷൻ 1.8 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ കൈനറ്റിക് എനർജി ഓഫ് മോസ്റ്റ് എനർജറ്റിക് ഇലക്ട്രോൺസ്, മാക്സിമം കൈനറ്റിക് എനർജി ഈസ് 0.5 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? ഇതാണ് ചോദ്യം. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, സോ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരുപാട് വർക്കൗട്ട് ഒന്നും ചെയ്യാനില്ല ആക്ച്വലി. അത് കാരണം ദ റിലേഷൻ ഈസ് മാക്സിമം കൈനറ്റിക് എനർജി ഈസ് EV0. മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് ഇൻറ്റു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്. അതാണ് 0.5 ഇലക്ട്രോൺ വോൾട്ട് എന്ന് തന്നിട്ടുള്ളത്. ഈസ് ഈക്വൽ ടു EV0. അപ്പുറം ഈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ദ ആൻസർ 0.5 വോൾട്ട് ആണ് V0. അത്ര മാത്രമേ അതിനകത്തുള്ളൂ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഈ വർക്ക് ഫംഗ്ഷൻ തന്നിരിക്കുന്നത് വെറുതെ, വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുള്ളത് വെറുതെ ആയിട്ടാണ്, നമ്മുടെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, സോ ഫോട്ടോ ഇലക്ട്രിക് എമിഷനിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അറിയാമെങ്കിൽ, മാക്സിമം കൈനറ്റിക് എനർജി അറിയാമെങ്കിൽ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിന് ഇലക്ട്രോൺ വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഇത്ര മാത്രം, ഈ കാണുന്ന സാധനത്തില് മോസ്റ്റ് എനർജറ്റിക് എന്ന് പറയുമ്പോൾ അതിന്റെ മാക്സിമം കൈനറ്റിക് എനർജി ആണ്. അതിൽ ഈ കാണുന്ന ഇലക്ട്രോൺ എന്നുള്ള ആ സാധനം മാത്രം അങ്ങ് ഒഴിവാക്കിയാൽ മതി. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 0.5 വോൾട്ട്. ഓപ്ഷൻ സി. തൊട്ടടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ the number of photo electrons emitted for light of frequency nu higher than the threshold frequency is proportional to. The number of photo electrons emitted for light of frequency nu higher than the threshold frequency nu0 is proportional to number of photo electrons. Now അവിടെ ചെയ്യേണ്ട കാര്യം, ഇന്റൻസിറ്റി എന്നതിനെ നമ്മളിപ്പോ ഒരു ഫോർമുല ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം, അല്ലെങ്കിൽ എനർജി ബൈ ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പവർ പെർ യൂണിറ്റ് ഏരിയ, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അത് കൂടാതെ ഇന്റൻസിറ്റിയുടെ മറ്റൊരു ഇക്വേഷൻ, ഈ എനർജി എന്ന് പറയുന്നത് H nu ആണല്ലോ, ഫോട്ടോണിന്റെ എനർജി H nu ആണല്ലോ. അതിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ഇറ്റ്സ് ദ ടോട്ടൽ എനർജി വേർ n is the number of photons per unit area per unit time. സോ ഇന്റൻസിറ്റിയുടെ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആൻസർ കറക്റ്റ്. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഇന്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു n, നമ്പർ ഓഫ് ഫോട്ടോൺസ്.
ഈ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഈ ഫോട്ടോ ഇലക്ട്രോൺസ് എത്ര എണ്ണം എമിറ്റ് ചെയ്യും എന്നുള്ളത് ഈ പറയുന്ന നമ്പർ ഓഫ് ഫോട്ടോൺസ് അനുസരിച്ചിരിക്കും. n ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഫോട്ടോൺസ്. ഓക്കെ, സോ നമ്പർ ഓഫ് ഫോട്ടോൺസ് അനുസരിച്ചാണ് ഉണ്ടാവുക. സോ അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഫോർ ലൈറ്റ് ഓഫ് എ ഫ്രീക്വൻസി ന്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു ത്രെഷോൾഡ് ഫ്രീക്വൻസി അല്ല ന്യൂ മൈനസ് 0 ദ ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി അല്ല, ഇറ്റ്സ് ആക്ച്വലി ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഇന്റൻസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ എന്തുണ്ടാകും? കൂടുതൽ ഫോട്ടോൺസ് ഉണ്ടാകും. കൂടുതൽ ഫോട്ടോൺസ് ഉണ്ടെങ്കിൽ കൂടുതൽ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഓക്കെ, ഇന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത അല്ലെങ്കിൽ ലൈവിൽ ജോയിൻ ചെയ്ത ആളുകളുടെ എണ്ണം വളരെ കുറവാണല്ലോ. സാറ്റർഡേ ആകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ഇഷ്യൂസ് ഉണ്ടോ? നാളെ അഭിജയ എക്സാം ഉള്ളത് കൊണ്ടാണോ കുറെ ആൾക്കാർ ഇല്ലാത്തത്? ഏതായാലും നമ്മുടെ ലൈവ് ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6 കുറച്ചൊരു വലിപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. 2007 നീറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. A 5 watt source emit monochromatic light of wavelength 5000 angstrom. 5 watt source power തന്നിട്ടുണ്ട്, wavelength തന്നിട്ടുണ്ട്. When placed 0.5 meter away, it liberates photoelectrons from a photosensitive metallic surface. When the source is moved to a distance of 1 meter, the number of photoelectrons liberated will be reduced by a factor of. Okay, so once again source നമ്മൾ ദൂരേക്ക് മാറ്റി വെക്കുന്നു. സോ സോഴ്സിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിൽ, ആദ്യത്തെ ഡിസ്റ്റൻസ്, രണ്ടാമത്തെ ഡിസ്റ്റൻസ്, ഇന്റൻസിറ്റി എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഇന്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r². സോ ആദ്യത്തെ ഡിസ്റ്റൻസ് 1/2 മീറ്റർ ആണെങ്കിൽ രണ്ടാമത്തെ ഡിസ്റ്റൻസ് 1 മീറ്റർ ആണ്. സോ അപ്പൊ ആദ്യത്തെ ഇന്റൻസിറ്റി I ആയിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ഇന്റൻസിറ്റി, അതായത് നമുക്ക് ഇങ്ങനെ പറയാം, R ഉം 2R ആണ്. ആദ്യം R ഡിസ്റ്റൻസിൽ, രണ്ടാമത്തെ 2R ഡിസ്റ്റൻസിലാവുമ്പോൾ ഇന്റൻസിറ്റി I-യും I/4 ആയിട്ട് മാറും. Now ചോദിച്ചിട്ടുള്ളത് when the source is moved to a distance, the number of photo electrons liberated will be reduced by a factor of. അവിടെ ഉണ്ടാകുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന്റെ എണ്ണം ഇന്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണെന്നല്ലേ നമ്മൾ പറഞ്ഞത്? നമ്പർ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി. സോ ആദ്യം n പ്രൊപ്പോർഷണൽ ടു I ആയിരുന്നെങ്കിൽ I/4 ആകുമ്പോൾ n/4 ആയി മാറും. സോ അവിടെ റിലീസ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന്റെ എണ്ണം 1/4 ആയിട്ട് കുറയും. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അതിന്റെ മുന്നേ പറഞ്ഞ 5 വാട്ട് സോഴ്സ്, 5000 ആങ്സ്ട്രം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് വെറുതെ തന്നിരിക്കുന്ന കുറെ ഇൻഫർമേഷൻ ആണ്. നമുക്കതൊരിക്കലും ആവശ്യമുള്ളതല്ല. ഓക്കെ, സോ ദാറ്റ്സ് ക്വസ്റ്റ്യൻ നമ്പർ 6. ക്ലിയർ ആണോ? പറഞ്ഞത് മനസ്സിലായിണ്ടോ? Moving on to the next question. Light of frequency 1.5 times the threshold frequency is incident on a photosensitive material. Light of frequency 1.5 times. So frequency is 1.5 times the threshold frequency. Threshold frequency 1.5 times ആണ്. What will be the photoelectric current if the frequency is halved and the intensity is doubled? Okay, that's an interesting question. NEET 2020 ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സോ 1.5 ടൈംസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിഷൻ വിൽ ടേക്ക് പ്ലേസ്. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കും. ഓക്കെ, കാരണം എമിഷൻ നടക്കാനുള്ള കണ്ടീഷൻ എന്ത് മാത്രമാണ്? ത്രെഷോൾഡ് ഫ്രീക്വൻസിയെക്കാളും കൂടുതൽ ഫ്രീക്വൻസി ഉണ്ടായിരിക്കണം. 1.5 ടൈംസ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഫൈൻ. Now what will be the photoelectric current if the frequency is halved? എന്താ പറഞ്ഞുള്ളത്? ഫ്രീക്വൻസി ഹാഫ് ആക്കിയിട്ടുണ്ട് and the intensity is doubled. ഫ്രീക്വൻസി ഹാഫ് ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? ഫ്രീക്വൻസി ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the frequency will be 1.5 nu0 divided by 2 which is 0.75 nu0. ഫ്രീക്വൻസി ഹാഫ് ആക്കി കഴിഞ്ഞാൽ അതോടെ തീർന്നു. ഇന്റൻസിറ്റി ഡബിൾ ആക്കുകയോ ഇന്റൻസിറ്റി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. Now the frequency is less than ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ കാണുന്ന സാധനം ദിസ് ഈസ് ലെസ് ദാൻ nu0. ത്രെഷോൾഡ് ഫ്രീക്വൻസിയെക്കാളും കുറഞ്ഞ ഫ്രീക്വൻസിയാണ്. ആദ്യം പറഞ്ഞുള്ളത് ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി 1.5 ടൈംസ് ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഈസ് ഇൻസിഡന്റ് ഓൺ എ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ. ഓക്കെ, ദാറ്റ് വാസ് ഫൈൻ.
Now, what will be the photoelectric current if the frequency is halved? അവിടെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഫ്രീക്വൻസി എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രീക്വൻസി ഹാഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫ്രീക്വൻസി ഹാഫ് ചെയ്ത് കഴിഞ്ഞാൽ it becomes 0.75 which is less than threshold frequency. That means there will be no photoelectric emission. അവിടെ യാതൊരു തരത്തിലുള്ള photoelectric emission ഉണ്ടാവില്ല. So the intensity will be, what will be the photoelectric current? It will be 0. The correct answer is option D. Okay. സോ അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് പല ആൻസറും കിട്ടും. ഫ്രീക്വൻസി ഹാഫ് ആക്കി, ഇന്റൻസിറ്റി ഡബിൾ ആക്കി, ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് മാറില്ല, ഇന്റൻസിറ്റി മാറുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഡബിൾ ആകും എന്നൊക്കെ കിട്ടും. അതാണ് ഈ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നുണ്ട്, ഡബിൾഡ് എന്നാ കൊടുത്തുള്ളത്. സോ ഫ്രീക്വൻസി, അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് കൂടെ തന്നെ ഇത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് എന്നും കൂടെ നിങ്ങൾക്ക് ഓർമ്മ വേണം. അടുത്ത ക്വസ്റ്റ്യൻ The work function of a photosensitive material is 4 electron volt. Work function തന്നിട്ടുണ്ട്, it's 4 electron volt. The longest wavelength of light that can cause photon emission from the substance is approximately. Okay, longest wavelength എന്ന് പറഞ്ഞുള്ളത് എന്ന് വെച്ചാൽ വേവ് ലെങ്ത്തിന്റെ കേസിൽ മാക്സിമം ആണ് ലിമിറ്റ് ഉണ്ടാവുക. അതിനേക്കാളും താഴെയുള്ള വേവ് ലെങ്ത്തിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കും. ഫ്രീക്വൻസിന്റെ കേസിൽ ഏറ്റവും മിനിമം ഫ്രീക്വൻസി എന്നാ പറയാ, അതിന്റെ മുകളിലുള്ള ഫ്രീക്വൻസിയിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കും. So work function തന്നിട്ടുണ്ട്, the longest wavelength of light that can cause photon emission from the substance is approximately. So ഒഡീഷയിലുള്ള നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് എന്ത് കൊടുക്കാം? വർക്ക് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു h nu 0. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ എനർജി ആണ്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് hc/λ0 എന്ന് കൊടുക്കാലോ. നൗ വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുള്ളത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. അപ്പൊ നമുക്ക് ഇതിനെയും വേണമെങ്കിൽ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാം. സോ അങ്ങനെ വരുമ്പോൾ ദിസ് ഈസ് 4 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു hc/λe എന്ന് പറയുന്നത് 1240 നാനോമീറ്റർ ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ വേവ് ലെങ്ത് വിച്ച് ഈസ് മസ്റ്റ് ബി ഇൻ നാനോമീറ്റർ. നൗ ഇവിടെ നമുക്ക് ഇലക്ട്രോൺ വോൾട്ട് അപ്പുറം ക്യാൻസൽ ആകും. സോ ദ λ0 ഈസ് ഈക്വൽ ടു 1240 നാനോമീറ്റർ ഡിവൈഡഡ് ബൈ 4 which is 310 നാനോമീറ്റർ. 310 നാനോമീറ്റർ ആണ് അവിടെ മാക്സിമം വേവ് ലെങ്ത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 310 നാനോമീറ്റർ. നൗ അതിനേക്കാളും വലിയ വേവ് ലെങ്തിലല്ല, അതിനേക്കാളും ചെറിയ വേവ് ലെങ്തിൽ, കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ ഡി, കറക്റ്റ് ആൻസർ ആണ്. അതിനേക്കാളും ചെറിയ വേവ് ലെങ്തിലാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുക. ഓക്കെ, സോ ഫോർ എമിഷൻ lambda must be less than λ0 which is 310 നാനോമീറ്റർ. 310 നാനോമീറ്റർ വേവ് ലെങ്തിനേക്കാളും കുറഞ്ഞ വേവ് ലെങ്തിലാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുക. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ 9. ക്വസ്റ്റ്യൻ നമ്പർ 9. നമ്മളിന്ന് ഡ്യുവൽ നേച്ചറിൽ ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും കൺസെപ്ച്വലി പറയാനൊന്നും ഇല്ല. ഇനി നമ്മൾ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക മാത്രമാണ് നോക്കുന്നത്. നൗ question number 9, when the light of frequency 2 nu 0, where nu 0 is the threshold frequency, is incident on a metal plate, the maximum velocity of electrons emitted is v1. Okay, when the frequency of the incident radiation is increased to 5 nu 0, the maximum velocity of electrons emitted from the same plate is v2. The ratio of v1 to v2 is. Okay, നമുക്കതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് 2 nu 0. സോ h into 2 nu 0 എന്ന് പറഞ്ഞാൽ വർക്ക് ഫംഗ്ഷൻ പ്ലസ് the maximum velocity. ഈ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ നമുക്ക് ഇതാ ഇങ്ങനെയും ആക്കി മാറ്റാം. മാക്സിമം കൈനറ്റിക് എനർജി എന്നതിനെ ഹാഫ് എം വി മാക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഹാഫ് എം വി മാക്സ് സ്ക്വയർ. ഓക്കെ, നൗ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഹാഫ് എം വി വൺ സ്ക്വയർ, മാക്സിമം വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് ഈസ് v1. Now when the frequency of incident radiation is increased to 5 nu 0, so h into 5 nu 0 is equal to work function plus the maximum velocity of electrons emitted from the same plate is v2, so this is half mv2 square. Now ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ, ഈ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് h nu 0 ആണ്. സോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ this becomes 2h nu 0 മൈനസ് വർക്ക് ഫംഗ്ഷൻ ഞാൻ ലെഫ്റ്റിലേക്ക് എടുത്തു, h nu 0 is equal to half m v1 square. അതുപോലെ തന്നെ ഇത് 5h nu 0 മൈനസ് h nu 0 is half m v2 square. രണ്ട് സൈഡ് നമ്മൾ അങ്ങ് ഡിവൈഡ് ചെയ്താൽ 2h nu 0
minus h nu 0 എന്ന് പറഞ്ഞാൽ h nu 0 divided by താഴെ 5 minus 1 എന്ന് പറഞ്ഞാൽ 4. So the answer is അല്ലെങ്കിൽ the ratio is 1/4 is equal to half m കട്ട് ചെയ്ത് കഴിഞ്ഞാൽ v1 by v2 the whole square, which means v1 by v2 is equal to 1/2. The ratio of v1 to v2 is 1:2. The correct answer is option A. Correct answer is option A. So work function h nu 0 ആക്കി മാറ്റാൻ മറക്കരുത്. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കൂടാതെ ഇൻക്രീസ് ചെയ്ത ഫ്രീക്വൻസികളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷന്റെ ഐൻസ്റ്റീൻസ് ഇക്വേഷൻ എന്നതിൽ മാക്സിമം കൈനറ്റിക് എനർജി എന്നതിന് നമുക്ക് ഹാഫ് എം വി മാക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 10. The photoelectric threshold wavelength of silver is. The photoelectric threshold wavelength കണ്ടോ, threshold wavelength എന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളത് എന്താ, ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നല്ലേ. ഇവിടെ അത് പറഞ്ഞിട്ടുള്ളത് ത്രെഷോൾഡ് വേവ് ലെങ്ത് എന്നാണ്. ഓക്കെ, ആ വേവ് ലെങ്ത്തിന്റെ പ്രത്യേകത നമുക്ക് അറിയാം. എങ്ങനെ ആയിരിക്കണം, ആ വേവ് ലെങ്തിനേക്കാളും ചെറിയ വേവ് ലെങ്തിലാണ് എമിഷൻ ഉണ്ടാവുക. സോ ത്രെഷോൾഡ് വേവ് ലെങ്ത് ഈസ് 3250 into 10⁻⁻10 എന്ന് പറഞ്ഞാൽ ആങ്സ്ട്രം. The velocity of electron ejected from a silver surface by ultraviolet of wavelength. ഇതാണ് മറ്റേ വേവ് ലെങ്ത്. നമ്മൾ അപ്ലൈ ചെയ്ത വേവ് ലെങ്ത് 2536, വീണ്ടും ആങ്സ്ട്രം 10⁻10 ആണ്. എച്ചിന്റെ വാല്യൂ, ഓക്കെ, എച്ചിന്റെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? The velocity of electron ejected. ഓക്കെ, velocity of electron ejected ആണ് കണ്ടുപിടിക്കേണ്ടത് ഫ്രം എ സിൽവർ സർഫസ്. ഓക്കെ, സിൽവറിൻ്റെതാണ് തന്നിട്ടുള്ള ഇൻഫർമേഷൻ. സോ കാൽക്കുലേഷൻ ഉണ്ട്, വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ എച്ച് ഇസ് ഈക്വൽ ടു, എച്ചിന്റെ മറ്റൊരു യൂണിറ്റിലൊക്കെ തന്നിട്ടുണ്ട് 4.14 into 10⁻⁻15 EV സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ഫോർമുല HC by lambda is equal to HC by lambda 0 പ്ലസ് മാക്സിമം കൈനറ്റിക് എനർജി തന്നെ മാക്സിമം വെലോസിറ്റി ഇതാ ഇങ്ങനെ കൊടുക്കാം. സോ ഇത് കാൽക്കുലേഷൻ വൈസ് എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് തന്നെയാണ്. അതിന്റെ വാല്യൂ തന്നിട്ടുള്ളത് ജൂൾ സെക്കൻഡ് എന്നാണ് സാധാരണ ഉണ്ടാവുക. ഇവിടെ ജൂൾ സെക്കൻഡ് ഉണ്ടാവുക, പകരം അത് ഇലക്ട്രോൺ വോൾട്ടിൽ തന്നിട്ടുണ്ട്. ബട്ട് ദാറ്റ്സ് ഓക്കെ. അപ്പൊ നമുക്ക് എച്ചിന്റെ വാല്യൂ ഇലക്ട്രോൺ വോൾട്ട് സെക്കൻഡിൽ കൊടുത്തു നോക്കാം. സോ 4.14 ഇലക്ട്രോൺ വോൾട്ട് സെക്കൻഡ് ഇൻറ്റു ഓപ്ഷൻസ് ഒക്കെ 10⁻, ഒക്കെ അപ്രോക്സിമേറ്റ് ആൻസേഴ്സ് ആണ്, ഇൻറ്റു 3 into 10⁸ meter per second divided by വേവ് ലെങ്ത് തന്നുള്ളത് 2536 ആങ്സ്ട്രം is equal to NEET 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. I think a little bit of calculation is there. Now once again, okay, ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, പകരം നമുക്ക് ലെഫ്റ്റിലേക്ക് എടുക്കാം. HC into 1/λ minus 1/λ 0 is equal to half m V max square. Now അതിൽ V max മാത്രം സെപ്പറേറ്റ് ചെയ്യലാണ് നമ്മുടെ ഉദ്ദേശം. So 2HC by m into 1/λ minus 1/λ 0 is equal to V max square. 2HC by ഈ കാണുന്ന 2ഉം m ഒക്കെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുന്നു. ഓക്കെ, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2HC by m, ഓക്കെ, നമുക്ക് SI യൂണിറ്റിലേക്ക് തന്നെ മാറ്റാം, കാരണം ആൻസർ ഒക്കെ ഉള്ളത് മീറ്റർ പെർ സെക്കൻഡ് SI യൂണിറ്റിലാണ്. സോ 2 into എച്ചിന്റെ വാല്യൂ 4.14, ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 into 10⁻⁻19, സി എന്ന് പറയുന്നത് 3 into 10⁸8 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 into 10⁻31 ഇൻറ്റു, ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. 3250 2500 ആക്കിയാലോ, 3250 ആ കാൽക്കുലേഷൻ ആണ് പ്രശ്നം. സോ ഇതിനെ 250ന്റെ ടേംസിൽ എടുക്കുകയാണെങ്കിൽ 250 10ഉം പിന്നെ 2500ഉം ഒരു 750ഉം 13 into 250, 13 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 325 ആണ്. 10 250. സോ ഇത് 10 into 250. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഒരു 250 പുറത്തേക്ക് നിർത്തിയിട്ട്
അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 by lambda 0 എന്ന് പറയുന്നത് 2536 minus 3250 3250 3250 okay is equal to V max square. So ഇതിൽ നമുക്ക് calculations ഇവിടെ ചെയ്തു നോക്കാം. 8.28 into 1.6 into 3 എന്ന് പറഞ്ഞാൽ 4.8 താഴെ 9.1 10 പവർ എല്ലാം കൂടെ 31 8 39 19 പോയി കഴിഞ്ഞാൽ 20 ഇൻറ്റു ഇവിടെ ഒരു 1/250 ഇങ്ങ് മാറ്റി വെച്ചിട്ട് 1/10 minus 1/13 is equal to V max square. കാൽക്കുലേഷൻ ബുദ്ധിമുട്ടാണ്, കുറച്ച് ലെങ്തി ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആക്ച്വലി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ 8.28 ഇൻറ്റു നമുക്ക് 8 into 5 40 എന്ന് എടുക്കാം. 40 divided by 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.5 വരും. സോ 4.5 into 10 raised to 20 10 raised to 20 1/250 which is 30 minus 3 divided by 130 താഴെ ഒരു 1/250 is equal to V max square. So 3 into 4.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13.5 divided by 130 into 250 into 10 raised to 20. ഇതാണ് V max square. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത് അപ്രോക്സിമേറ്റ്ലി 10. സോ 10 raised to 20 divided by 2500 is V max square. So V max is equal to 10 raised to 10 divided by 2500 square root എന്ന് പറഞ്ഞാൽ 1/50. Okay, it's a little bit അവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടല്ലോ. Okay, I made a mistake in the calculation. 4.14 into 10 raised to minus 15 ഉണ്ടായിരുന്നു ഇലക്ട്രോൺ വോൾട്ടിൽ. Okay. സോ ഇവിടെ ഒരു 10 raised to minus 15 കൂടെ വരും. സോ വിച്ച് മീൻസ് 31 8 39 19 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 31 8 39 19 സബ്ട്രാക്ട് ചെയ്താൽ 20 15 പോയി കഴിഞ്ഞാൽ 10 raised to 5 മാത്രമേ ഓർഡറിൽ ഉണ്ടാവുള്ളൂ. 10 raised to 5 10 raised to 5. അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഭയങ്കരമായ ഡിഫറൻസ് വരുമല്ലോ. ഓക്കെ, ഈ ക്വസ്റ്റ്യന് നമുക്ക് മറ്റൊരു സമയത്ത് സോൾവ് ചെയ്യാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 11, photons with the energy 5 electron volt are incident on a cathode C in a photoelectric cell. Photon energy 5 electron volt. The maximum energy of emitted photoelectrons is 2 electron volt. So photons in the energy 5 electron volt. Maximum kinetic energy of emitted photoelectrons is 2 electron volt. When the photons of energy 6 electron volt കൊടുത്താലോ h nu is equal to 6 electron volt ആകുമ്പോൾ are incident on C, no photoelectrons will reach the anode A if the stopping potential of A is relative to C is. Okay, സംഭവം എത്രയേ ഉള്ളൂ, ശ്രദ്ധിക്കും. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് h nu 5 electron volt, maximum kinetic energy 2 electron volt. That means what is the work function? ഇവിടുന്ന് വർക്ക് ഫംഗ്ഷൻ എത്രയാണെന്ന് കിട്ടും. അവിടുന്ന് കിട്ടുന്ന വർക്ക് ഫംഗ്ഷൻ എന്താണ്? ഇക്വേഷൻ h nu is equal to work function plus maximum kinetic energy എന്നല്ലേ. സോ ഇവിടെ നമുക്ക് കിട്ടുന്ന വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എത്രയാ വർക്ക് ഫംഗ്ഷൻ വരിക? ഇത് 5 ഇത് 2. സോ ദ ഡിഫറൻസ് ഈസ് വർക്ക് ഫംഗ്ഷൻ വിച്ച് ഈസ് 3 ഇലക്ട്രോൺ വോൾട്ട്. നൗ ഇവിടെയും അതേ മെറ്റീരിയൽ ആയതുകൊണ്ട് വർക്ക് ഫംഗ്ഷൻ 3 ഇലക്ട്രോൺ വോൾട്ട് തന്നെ. അങ്ങനെ വരുമ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി എത്ര വരും? മാക്സിമം കൈനറ്റിക് എനർജി വിൽ ബി 3 ഇലക്ട്രോൺ വോൾട്ട്. ഈ കാണുന്നതിൽ നിന്ന് വർക്ക് ഫംഗ്ഷൻ h nu ൽ നിന്ന് h nu മൈനസ് വർക്ക് ഫംഗ്ഷൻ ആണ് മാക്സിമം കൈനറ്റിക് എനർജി. അത് ഈ ഇക്വേഷൻ കാണുമ്പോൾ മനസ്സിലാവും.
അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് എ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് എ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? ഈ V0 എന്ന് പറയുന്നതാണ് 3eV. സോ അവിടെ ഈ അതൊക്കെ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ യു ഗെറ്റ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 3 volt. The right answer is 3 volt. Question number 11, the correct answer is option A. Okay, simple question ആണ്. തൊട്ട് മുന്നത്തിൽ എന്തൊക്കെയോ കാൽക്കുലേഷൻ ഇഷ്യൂസ് ഉണ്ട്, നമുക്ക് നോക്കാം. Moving on to the next one. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നു കഴിഞ്ഞാൽ, when a metallic surface is illuminated with the radiation of wavelength lambda, the stopping potential is V. Okay, wavelength lambda, stopping potential V. If the same surface is illuminated with the radiation of wavelength 2 lambda, the stopping potential is V by 4. The threshold wavelength, നോക്കണേ, threshold wavelength for the metallic surfaces. Okay, നേരത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എ ആണ് കിട്ടിയത്. ഏതില്? ഈ ക്വസ്റ്റ്യനിലാ. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് സെഷന്റെ അവസാനം നമുക്കത് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, നോ പ്രോബ്ലം. അതിൽ കാൽക്കുലേഷൻസ് ഒരു പ്രാവശ്യം എനിക്ക് മിസ്റ്റേക്ക് പറ്റുകയും ചെയ്തു. ഇനി നമ്മൾ മിസ്റ്റേക്ക് വരാതെ അതൊന്ന് വൃത്തിയായിട്ട് ചെയ്യാം. ഓക്കെ, വിൽ ഡു ദാറ്റ്. ക്വസ്റ്റ്യൻസിൽ മിസ്റ്റേക്ക് ഉണ്ടാവില്ലെന്ന് തോന്നുന്നു, നോക്കട്ടെ. സോ ഏതായാലും ഞാൻ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ചെയ്യുന്ന രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇങ്ങനെ ചെയ്തു, പിന്നെ അതിനുശേഷം ദാ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആദ്യം പറഞ്ഞത് എന്താണ്, അതിന്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, രണ്ടാമത് പറഞ്ഞത് എന്താണ്, അവിടുത്തെ വോൾട്ടേജ് അല്ലെങ്കിൽ അവിടുത്തെ ഫ്രീക്വൻസി, അവിടുത്തെ വേവ് ലെങ്ത് സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. മിക്സ് ആയി പോവാതെ ഇരിക്കാൻ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിന് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഒരു മെത്തേഡ് ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. നമ്മളോട് ചോദിക്കുന്ന ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ്. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ ഞാൻ എഴുതുന്നു, hc/λ ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് hc/λ 0 ആണല്ലോ, പ്ലസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടാവുമ്പോൾ EV. രണ്ടാമത്തത് ഇതാണ് ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തത് hc/2λ ഈസ് ഈക്വൽ ടു അഗൈൻ വർക്ക് ഫംഗ്ഷൻ അഥവാ ത്രെഷോൾഡ് വേവ് ലെങ്ത് സെയിം ആണ്, hc/λ 0 പ്ലസ് EV/4. ഓക്കെ, നൗ ഇവിടെ നിന്ന് നമുക്ക് ത്രെഷോൾഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ആ ത്രെഷോൾഡ് വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. അതിന്റെ ഇക്വേഷനിലെല്ലാം ആൻസറിൽ ലാംഡ മാത്രമേ വരാൻ പാടുള്ളൂ. സോ അവിടെ നിന്ന്, അതായത് നമ്മളിത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സോ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന EV എന്നതിനെ നമ്മൾ ഇവിടെ നിന്ന് ഒഴിവാക്കണം. അതിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് EV എന്താണെന്ന് എഴുതാം. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് EV എന്ന് പറയുന്നത് hc/λ മൈനസ് hc/λ 0. അത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് hc/2λ മൈനസ് hc/λ 0 ഈസ് ഈക്വൽ ടു, ഞാൻ ആ hc/λ 0 ലെഫ്റ്റിലേക്ക് എടുത്തു, സെക്കൻഡ് ഇക്വേഷൻ ആണത് കേട്ടോ, ഈസ് ഈക്വൽ ടു EV/4 എന്ന് പറയുമ്പോൾ 1/4 ഇൻറ്റു EVയുടെ സ്ഥാനത്ത് ഞാൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, hc/λ മൈനസ് hc/λ 0. സോ ഇവിടെ വളരെ എളുപ്പമായിട്ട് എല്ലാത്തിലും HC ഒഴിവാക്കുക. ഓക്കെ, നൗ മറ്റൊന്ന് ചെയ്യാനുള്ളത്, ഈ 4 എങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 4/2λ മൈനസ് 4/λ 0 ഈസ് ഈക്വൽ ടു അപ്പുറത്ത് 1/λ മൈനസ് 1/λ 0. സോ λ 0 ഉള്ള ടേം നമുക്ക് റൈറ്റിലേക്കും 1/λയുടെ ടേം ലെഫ്റ്റിലേക്ക് കൊടുത്താൽ this is 2/λ minus 1/λ is equal to 4/λ 0 minus 1/λ 0. So left side 2/λ minus 1/λ എന്ന് പറഞ്ഞാൽ 1/λ, അപ്പുറത്ത് 4 minus 1 which is 3/λ 0. That means λ 0 is equal to 3λ. λ 0 is equal to 3λ. The correct answer is option B. സോ ഇതിൽ എനിക്ക് മെൻഷൻ ചെയ്യാനുള്ള കാര്യം, ഒരു പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് അറിയണ്ടാവും, മെൻഷൻ ചെയ്യേണ്ട കാര്യം എന്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് മനസ്സിലാവുന്നുണ്ടോ? എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, എന്തിനെയാണ് നമ്മൾ അവിടുന്ന് ഒഴിവാക്കേണ്ടത്, അല്ലെങ്കിൽ എന്തിനെയാണ് കൊണ്ടുവരേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഏതാണ്? ഇവിടെ EV എന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണെങ്കിലും ആൻസറിൽ ഒന്നും അത് വരാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന V എന്ന് പറയുന്നതിനെ
ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. സോ ആ രീതിയിൽ ക്വസ്റ്റ്യൻസിൽ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാലും ഏതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ക്വസ്റ്റ്യൻ നമ്പർ 12. Moving on to the next one. The threshold frequency of a photosensitive metal is 3.3 into 10 raised to 14 hertz. Threshold frequency of a photosensitive metal. So threshold frequency nu 0 is 3.3 into 10 raised to 14 hertz. If light of frequency 8.2, so 8.2 into 10 raised to 14, light of frequency 8.2 into 10 raised to 14 hertz is incident on this metal, the cutoff voltage for the photoelectric emission is nearly. So stopping potential, cutoff voltage എന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ തന്നെയാണ് കട്ട് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സാധനമാണ്, പക്ഷെ കാൽക്കുലേഷൻ കുറച്ചുണ്ടാവും. 1 വോൾട്ട് 2 വോൾട്ട് 3 വോൾട്ട് ആൻഡ് 5 വോൾട്ട് ആണ് ക്വസ്റ്റ്യനിലുള്ള ഓപ്ഷൻസ്. APMT മെയിൻസ് 2011 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ 2 ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, കട്ട് ഓഫ് വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. സോ ഇക്വേഷൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? h nu is equal to h nu 0 plus e v0. Okay, so ഇവിടെ നിന്ന് v0 is equal to h into nu minus nu 0 divided by e എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ is equal to h എന്ന് പറയുന്നത് 6.6 into 10 raised to minus 34. nu minus nu 0 എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഫ്രീക്വൻസികളുടെ ഡിഫറൻസ്, which is 8.2 minus 3.3 into 10 raised to 14 whole divided by electron charge 1.6 into 10 raised to minus 19. Answer കിട്ടിയോ? Okay, 6.6 into 8.2 minus 3.3 എന്ന് പറഞ്ഞാൽ 8.2 minus 3 5.2 minus 3 4.9 divided by 1.6 into 10 raised to minus 20. Okay, 10 raised to minus 1. Okay, so yeah, ഈ കാണുന്ന 1.6ഉം 6.6ഉം അപ്രോക്സിമേറ്റ്ലി 4 ടൈംസ് ആണ് വരിക. സോ 4 into 5 around 20 വരും. 4 into 4.9 into 10 raised to minus 1. The answer is 2 volt. Correct. Right answer is option B, 2 volt. Okay, so APMT മെയിൻസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 2011. Moving on to the next one. അടുത്ത ക്വസ്റ്റ്യൻ. A 200 watt sodium street lamp emits yellow light of wavelength. So power തന്നിട്ടുണ്ട് 200 watts, wavelength 0.6 micrometer. 0.6 micrometer അഥവാ അതാണ് 600 nanometer yellow light. Assuming it to be 25% efficient in converting electrical energy to light, the number of photons of yellow light it emits per second. Number of photons of yellow light it emits per second. 2012 നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആ സമയത്ത് ഐ തിങ്ക് ഇറ്റ് വാസ് APMT. അപ്പൊ ഇത് എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പവർ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ, പവർ എന്ന് പറഞ്ഞാൽ എനർജി ബൈ ടൈം. ഈ എനർജി എന്നതിനെ നമ്മൾ ഫോട്ടോണിലേക്ക് മാറ്റുമ്പോൾ ഇറ്റ് ഈസ് n into h nu divided by time. അതാണ് പവർ. നമുക്ക് വേണ്ടത് നോക്കണേ, നമുക്ക് വേണ്ടത് number of photons of yellow light it emits per second. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ number of photons per second n by t is equal to p by h nu. Now അവിടെ തന്നെ മറ്റൊരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് 25% മാത്രമേ കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പവർ 200 വാട്ട് ഈ ബൾബ് കൺസ്യൂം ചെയ്യുന്ന പവറാണ്. അതിന്റെ വെറും 25% മാത്രമേ അത് ലൈറ്റ് ആയിട്ട് പുറത്തു വരുന്നുള്ളൂ. സോ പുറത്തു വരുന്നതല്ലേ ഫോട്ടോൺ ആയിട്ട് കൂട്ടുള്ളൂ. സോ അതിന്റെ എഫിഷ്യൻസി 25% അഥവാ 0.25 ഡിവൈഡഡ് ബൈ എച്ച് ന്യൂ. എച്ച് എന്ന് പറയുന്നത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റു ന്യൂ എന്ന് പറയുന്നത് HC by lambda എന്നാക്കാം. So n by t is equal to number of photons emitted per second is equal to 200 into 0.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 which is 50 divided by h 6.6 into
10 raised to minus 34, 6.6 into 10 raised to minus 34, 3 into 10 raised to 8 divided by wavelength മുകളിൽ വരും 600 നാനോമീറ്റർ അഥവാ 0.6 മൈക്രോമീറ്റർ, 0.6 into 10 raised to minus 6. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. സോ 50 into 0.6 എന്ന് പറഞ്ഞാൽ 5 into 6 30. ആ കാണുന്ന 30 കട്ട് ചെയ്യാനുണ്ട്. ഏതായാലും താഴെ 6.6 into 3 into 10 power minus 34, 8 minus 6. So 10 raised to minus 34, 8 എന്ന് പറയുമ്പോൾ 10 raised to minus 26 മുകളിൽ വരുമ്പോൾ 10 raised to 26. So it's 10 raised to 20. 14, 34, correct, 10 raised to 20. So ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 by 6.6 into 10 raised to 20. Now 10 by 6.6 എന്ന് പറഞ്ഞാൽ approximately 1.6 ആണ് വരിക. So 1.6 into 10 raised to 20 photons per second ആണ് ആൻസർ. N by T is 1.6 into 10 raised to 20. Yeah. അപ്പോൾ ഇവിടെ ഉള്ള ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് നോക്കിയാൽ 10 raised to 20യിൽ ഇത് 10 raised to 19, 10 raised to 18, 10 raised to 20യിൽ 1.5 ഉണ്ട്. So that seems the right answer. The correct answer is option A. The correct answer is option A. Okay. So that's question number 14. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. Question number 15. Question number 15. നിങ്ങൾക്ക് വായിച്ച് നോക്കി വർക്ക്ഔട്ട് ചെയ്യാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ സെറ്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന കാര്യം, ഡ്യുവൽ നേച്ചറിൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്, ഡ്യുവൽ നേച്ചറിൽ എല്ലായ്പ്പോഴും അല്ലെങ്കിൽ എല്ലാ എക്സാമിനും ഡ്യുവൽ നേച്ചറിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. വളരെ അപൂർവമായിട്ടുള്ള എക്സാമുകൾ മാത്രമേ ഡ്യുവൽ നേച്ചറിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവാതിരിക്കാറുള്ളൂ. അതിൽ തന്നെ എപ്പോഴും ചോദിക്കാറുള്ളത് ഈ പറയുന്ന ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഉണ്ടാവാറുള്ളത്. പിന്നെ ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ ഇന്റൻസിറ്റി എന്നുള്ളത് NH/AT അല്ലെങ്കിൽ പവർ ബൈ ടൈം, സോറി പവർ ബൈ ഏരിയ, NH/AT അല്ലെങ്കിൽ പവർ ബൈ ഏരിയ അല്ലെങ്കിൽ പവർ ഈസ് ഈക്വൽ ടു NH/T, ഇങ്ങനെയുള്ള ഫോട്ടോണ് എനർജി ഇന്റൻസിറ്റി കണക്ട് ചെയ്യുന്ന റിലേഷൻസും ഉണ്ടാവാറുണ്ട്. So അടുത്ത ക്വസ്റ്റ്യൻ, a source S1 is producing 10 raised to 15 photons per second of wavelength 5000 angstrom. So 10 raised to 15 photons ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, per second ആണ്. So N by T, it's 10 raised to 15 per second. Wavelength 5000 angstrom. Another source S2, okay, ഇത് S1 ന്റെ കാര്യമാണ്. Another source S2 producing 1.02 into 10 raised to 15 photons per second. Wavelength 5100 angstrom. The power of power of S2, the ratio of power of S2 by power of S1. Okay, power of S2 by power of S1. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പവറിന്റെ ഇക്വേഷൻ എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയുള്ളൂ, NH/T. ഓക്കെ, സോ P of S2 by P of S1 എന്ന് പറയുമ്പോൾ ഈ കാണുന്ന N by T, S2 by S1, which is 1.02 into 10 raised to 15 divided by S1 into വെറും 10 raised to 15 into H/nu. ഓക്കെ, വേവ് ലെങ്ത്തിലാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് H/nu എന്നുള്ളതിനെ HC by ലാംഡ എന്നാക്കാം. അപ്പൊ വേവ് ലെങ്ത്തിന്റെ റേഷ്യോ തിരിച്ചു വരും. സോ ആദ്യം മുകളിലത് വരും 5000, താഴെ 5100. So 10 raised to 15 gets cancelled. 1.02 into 50 by 51. Now 50 into 1.02 എന്ന് പറയുമ്പോൾ 102 into 0.5, which is 51 by 51. The answer is 1. The ratio is 1. Okay. Numbers ഒക്കെ വളരെ suitable ആയിട്ടുള്ള numbers ആണ് തന്നിട്ടുള്ളത്. So അതുകൊണ്ട് തന്നെ ആൻസർ നമുക്ക് എന്താന്ന് കിട്ടും? The ratio is 1. Okay, 1.02 into 50 എന്ന് പറഞ്ഞാൽ 5 into 10.2. 5 into 10 50, 5 into 0.2 1. So 51 by 51 തന്നെ വരും. The right answer is option 1. Okay, option A, the right answer is 1. The right answer is 1, option A. Question number 15. അതാണ് സാധനം. Moving on to the next one, number 16.
Question number 16. An electron is accelerated from rest. An electron is accelerated from rest through a potential difference of V volt. If the de Broglie wavelength of electron is 1.227 into 10 raised to minus 2 nanometer, the potential difference is. Okay. So അതിലേക്ക് കടക്കുന്നതിന്റെ മുന്നേ നമുക്ക് കുറച്ച് ഒരു ചെറിയൊരു സാധനം കൂടെ പറയാനുണ്ട്. അതായത് മാറ്റർ വേവ്സ്, ഒരു ഇലക്ട്രോൺ, ഒരു പ്രോട്ടോൺ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ the wavelength lambda is equal to h by p. ഈ ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്, അതിനെയാണ് ഡി ബ്രോയി വേവ് ലെങ്ത് എന്ന് വിളിക്കുക. പി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇറ്റ്സ് ദ മൊമെന്റം, ലീനിയർ മൊമെന്റം. ഈ ഇക്വേഷൻ ആക്ച്വലി ഡ്യുവൽ നേച്ചർ എന്ന കൺസെപ്റ്റ് വളരെ പെർഫെക്റ്റ് ആയിട്ട് സമ്മറൈസ് ചെയ്യുന്ന ഒരു സാധനമാണ്. കാരണം വേവ് ലെങ്ത് എന്ന് പറയുന്നത് വേവിന്റെ പ്രത്യേകതയാണ്, മൊമെന്റം എന്ന് പറയുന്നത് യൂഷ്വലി പാർട്ടിക്കിളിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, നൗ ഈ കാണുന്ന ഇക്വേഷനെ തന്നെ പല രീതിയിൽ മോഡിഫൈ ചെയ്തെടുക്കാം. കാരണം മൊമെന്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇറ്റ്സ് റൂട്ട് ഓഫ് 2m ഇൻറ്റു കൈനറ്റിക് എനർജി. നൗ പലപ്പോഴും കൈനറ്റിക് എനർജിയെ നമ്മൾ ഇലക്ട്രോൺ വോൾട്ട് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, നമ്മളൊരു ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതല്ല പ്രോട്ടോൺ ആണെങ്കിലും പറ്റും, അതിനെന്ത് ചെയ്താൽ മതി, അപ്പൊ ചാർജ് ക്യു വി എന്ന് കൊടുക്കണം. അപ്പോ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് ഓഫ് 2m qv എന്ന് കിട്ടും. അതിൽ തന്നെ അതൊരു ഇലക്ട്രോൺ ആണെങ്കിൽ ഇഫ് q is equal to e, lambda is equal to h by root of 2m ev. Now ഇത് പലപ്പോഴും നമുക്ക് ആവശ്യം വരുന്ന ഒരു റിസൾട്ട് ആയതുകൊണ്ട് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതാ ഈ കാണുന്ന എൻറ്റയർ സംഭവം, അവിടെ h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, m മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്, ഈ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഈ ആണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഒരു റിസൾട്ട് തന്നെ ഉണ്ട്. ഇറ്റ്സ് 1.227 നാനോമീറ്റർ. ഇവിടെ റൂട്ടിന്റെ ഉള്ളിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യണം SI യൂണിറ്റിൽ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ യു ഗെറ്റ് 1.227 നാനോമീറ്റർ. ഓക്കെ, സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. അതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയേ. നമ്മളിപ്പോ മുമ്പ് പറഞ്ഞ അവസാനം പറഞ്ഞ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. തൊട്ടടുത്ത ക്വസ്റ്റ്യൻ ഡി ബ്രോയി വേവ് ലെങ്ത് ആണ് തന്നിട്ടുള്ളത്. അതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയേ. Okay. An electron is accelerated from rest through a potential difference of V volt. The de Broglie wavelength of electron is 1.227 into 10 raised to minus 2 nanometer. Okay. അങ്ങനെയാണെങ്കിൽ the potential difference is, now ഇതിന്റെ ഇക്വേഷൻ ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ലാംഡ is equal to 1.227 നാനോമീറ്റർ താഴെ റൂട്ട് വി. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത് 1.227 ഇൻറ്റു 10 raised to minus 2 നാനോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സോ അവിടുന്ന് തന്നെ 1.227 നാനോമീറ്ററും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു ഗെറ്റ് ഈസ് എന്താ കിട്ടുക, 1 by root v. 1 by root v is equal to 10 raised to minus 2 എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ എടുത്താൽ root v is equal to 10 raised to 2, v is equal to അതിന്റെ സ്ക്വയർ 10 raised to 4 volt. The correct answer is option D. Okay, so NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തുള്ള ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ അതിൽ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, സോ നീറ്റ് 2020 വളരെ റീസെന്റ് ആയിട്ടുള്ള, അധികം പഴയതല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, 2020 ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, സോ ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗമാണത്, ഡി ബ്രോയി വേവ് ലെങ്ത് ഒക്കെ വരുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ നീറ്റ് 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതും ഡി ബ്രോയി വേവ് ലെങ്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇലക്ട്രോൺ ഈസ് ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് സെയിം ക്വസ്റ്റ്യൻ, എക്സാക്ട് സെയിം ക്വസ്റ്റ്യൻ ആണത്, 10,000 വോൾട്ട്. നമുക്ക് കിട്ടിയ ഈ ആൻസർ 10 raised to 4 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് 10,000 വോൾട്ട്. ഓക്കെ, സോ സെയിം ക്വസ്റ്റ്യൻ വാല്യൂ മാറ്റി 10,000 വോൾട്ട് ഡി ബ്രോയി വേവ് ലെങ്ത് ഈസ്, മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് 9 into 10 raised to minus 31 എന്ന് എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഡി ബ്രോയി വേവ് ലെങ്ത് എന്താ വരിക, ലാംഡ ഈസ് ഈക്വൽ ടു 1.227 നാനോമീറ്റർ ഡിവൈഡഡ് ബൈ റൂട്ട് വി. സോ ദിസ് ഈസ് 1.227 ഡിവൈഡഡ് ബൈ root of 10,000 10 raised to 4 എന്ന് വെച്ചാൽ 1.227 into 10 raised to minus 2 നാനോമീറ്റർ.
സോ ഡയറക്റ്റ് അതായത് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ അതേപോലെ എടുത്ത് 2020 ചോദിച്ചിട്ടുണ്ട്. അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ട് വേവ് ലെങ്ത് ചോദിച്ചു. 2020 തിരിച്ച് വേവ് ലെങ്ത് തന്നിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചോദിച്ചു. സോ കറക്റ്റ് ആൻസർ ഈസ് ഓക്കെ, കറക്റ്റ് ശ്രദ്ധിക്കണം, അത് 12.2 എന്നാണ് തന്നിട്ടുള്ളത്. 10⁻⁻⁻, ഒരു ഡെസിമൽ ഇങ്ങോട്ട് മാറ്റുമ്പോൾ 10⁻⁻³ നാനോമീറ്ററും കൂടെ 10⁻⁻12. So 12.2 into 10⁻⁻12 meter. The correct answer is option C. Okay. So NEET in the questions അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നത് വളരെ അപൂർവമായിട്ടാണുള്ളത്. So I think this is the last question. Yes. കുറച്ചൊരു വലിപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. NEET 2018 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതും ഡി ബ്രോയ് വേവ് ലെങ്ത് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. An electron of mass m. Electron of mass m with an initial velocity v0 I cap. എന്ന് വെച്ചാൽ എക്സ് ആക്സിസിലാണ്, v0 പോസിറ്റീവ് ആണ്. Enters an electric field minus E0 I cap. E0 is a constant and positive at t equal to 0. If lambda 0 is its de Broglie wavelength initially, then its de Broglie wavelength at time t is. കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാലും സിമ്പിൾ ആണ് സാധനം. ഇത് എക്സ് ആക്സിസ്. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി v0 വരുന്ന ഒരു ഇലക്ട്രോൺ എൻറ്റേഴ്സ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രത്യേകത, ഇലക്ട്രിക് ഫീൽഡ് ഇതാ ഇങ്ങോട്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് മൈനസ് E0 I ക്യാപ്പ് ആണ്. ഈ കാണുന്ന ഇലക്ട്രോൺ ആണ് കേട്ടോ. എനിക്ക് കഴിഞ്ഞ ദിവസം മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇതുപോലെ ഒരു അബദ്ധം പറ്റിയിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ വെലോസിറ്റി v0 I ക്യാപ്പ്. ഇലക്ട്രോണിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്താവും? അപ്പോൾ എനിവേ അങ്ങനെ വന്നിട്ട് v0 പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാംഡ 0 ഇസ് ദ ഡി ബ്രോയി വേവ് ലെങ്ത് ഇനീഷ്യലി. അപ്പോൾ ലാംഡ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h by m v0 അത്രേ ഉള്ളൂ. തുടങ്ങുമ്പോൾ അതാണ്. ദെൻ ഇറ്റ്സ് ഡി ബ്രോയി വേവ് ലെങ്ത് അറ്റ് ടൈം t. ടൈമിനനുസരിച്ച് ഇവിടെ ഡി ബ്രോയി വേവ് ലെങ്ത് മാറും, കാരണം വെലോസിറ്റി മാറും. കാരണം ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് മൈനസ് E into electric field, which is minus E into minus E0 I cap എന്ന് വെച്ചാ E0 I cap. ഇതാണ് ഫോഴ്സ്. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറയുന്നത് E0 by the mass of electron I cap വരും. അപ്പൊ വെലോസിറ്റി എന്ന് പറയുന്നത് v0 പ്ലസ്, കാരണം v0 I ക്യാപ്പിലാണ്, ആക്സിലറേഷനും I ക്യാപ്പിലാണ്. എന്ന് വെച്ചാൽ ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ ഇലക്ട്രോൺ ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റിലാണ് വരിക. സോ v0 പ്ലസ് E0 by m into t. ഓക്കെ, സോ അപ്പോൾ വെലോസിറ്റി അറ്റ് എനി ടൈം t is equal to v0 plus E0 by m into t. അങ്ങനെയാണെങ്കിൽ what is the de Broglie wavelength? Lambda is equal to h by m v എന്ന് വെച്ചാൽ h by m v0 plus E0 by m into t. നമുക്ക് ഈ ആൻസർ എന്തിന്റെ ടേംസിൽ വേണം? എല്ലാ ഓപ്ഷൻസിലും നോക്കിയാൽ നിങ്ങൾ, എല്ലാ ഓപ്ഷൻസിലും ലാംഡ 0 ഇല്ലേ? നമുക്ക് ലാംഡ 0ന്റെ ടേംസിൽ വേണം. എന്താ ലാംഡ 0? h by m v0. സോ അപ്പൊ ഇവിടെ നമുക്കൊരു h by m v0 ഉണ്ടാക്കിയെടുക്കണം. സോ m v0 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 1 plus E0 t by m v0. സോ ഈ കാണുന്ന സാധനത്തിന് നമുക്ക് h by m v0 ലാംഡ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് ലാംഡ 0 ഡിവൈഡഡ് ബൈ 1 plus E0 ഡിവൈഡഡ് ബൈ m v0 t. Lambda 0 divided by 1 plus E0 by m v0 t. Correct answer is option A. Lambda 0 divided by 1 plus E0 by m v0 into t. Okay. So അതില് മറ്റേ ഓപ്ഷൻ ഇല്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ആണെന്നുള്ളത് ശ്രദ്ധിക്കാതെ ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഫോഴ്സ് ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആൻസർ വരും. എങ്ങനെയുള്ള ആൻസർ? ഇങ്ങനെയുള്ളൊരു ആൻസർ വന്നേക്കാം. അതായത് ജസ്റ്റ് മെൻഷൻ ചെയ്യാണ്, ലാംഡ 0 ഡിവൈഡഡ് ബൈ 1 മൈനസ് E0 ബൈ m v0 t എന്ന് പറയുന്ന ഒരു സാധനം ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണെന്ന് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷൻ അതാണ്. ഓക്കെ,
അത് ക്വസ്റ്റ്യനിൽ അഥവാ ഓപ്ഷൻസിൽ വരാത്തത് കൊണ്ട് പ്രശ്നമില്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. സോ ഇതോടെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ നേരത്തെ സ്റ്റെക്കായി പോയ കാൽക്കുലേഷൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സ്റ്റെക്കായി പോയ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതൊന്നും കൂടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഐ തിങ്ക് ദിസ് ഈസ് ഇറ്റ്. ഓക്കെ, ഓക്കെ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഫോട്ടോ ഇലക്ട്രിക് ത്രെഷോൾഡ് വേവ് ലെങ്ത് ഫോർ സിൽവർ. സോ ത്രെഷോൾഡ് വേവ് ലെങ്ത് 3250 ആങ്സ്ട്രോം. നൗ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ആണ് നമുക്ക് വേണ്ടത്. ആൻഡ് അൾട്രാ വയലറ്റ് വേവ് ലെങ്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വേവ് ലെങ്ത് 2536 ആങ്സ്ട്രോം. എച്ചിന്റെ വാല്യൂ 4.14 into 10⁻⁻15 ഇലക്ട്രോൺ വോൾട്ട് സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. സി എന്ന് പറയുന്നത് 3 into 10⁸8. ഓക്കെ, സോ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർമുല ഇങ്ങനെ മോഡിഫൈ ചെയ്തുണ്ടാക്കാം. എച്ച് സി ബൈ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ 0 പ്ലസ് ഹാഫ് എം വി സ്ക്വയർ. ഓക്കെ, so that means half mv square is equal to hc into 1 by lambda minus 1 by lambda 0. That means v square is equal to 2hc by m into 1 by lambda minus 1 by lambda 0. So ഈ ഇക്വേഷനിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. v square is equal to 2hc by m into 1 by lambda minus 1 by lambda 0. Okay, 2 into Planck's constant 4.14 into 10⁻⁻15. ഇലക്ട്രോൺ വോൾട്ടിനെ കൺവേർട്ട് ചെയ്യാൻ ഞാൻ 1.6 into 10⁻⁻19 എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റു സി ഈസ് 3 into 10⁸8 സ്പീഡ് ഓഫ് ലൈറ്റ്. മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് 9.1 into 10⁻⁻31. നൗ ഇവിടെ 1 by ലാംഡ എന്ന് പറയുന്നത് 1/2536 ആങ്സ്ട്രം 10⁻⁻10. ഐ തിങ്ക് ഈ വക നമ്പേഴ്സ് ഒക്കെ ഞാൻ അതിലെന്തൊക്കെയോ അബദ്ധങ്ങൾ നേരത്തെ വരുത്തിയിട്ടുണ്ടായിരുന്നു. 3250 into 10⁻⁻10. So alright, 2 into 4.14 is 8.28, 3 into 1.6 is 4.8, താഴെ 9.1 into 10 പവറുകൾ മാത്രം നമ്മളൊന്ന് സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10⁻⁻15, 10⁻⁻19, 10⁸8, 10⁻⁻31. ഓക്കെ, ഇവിടെ നിന്ന് 10⁻⁻10 കൂടെ പുറത്തേക്ക് എടുക്കാം. സോ 10 പവർ മുകളിൽ -15 -19 എന്ന് പറഞ്ഞാൽ 19, 10⁻⁻34, 10⁻⁻34 ആൻഡ് 8 എന്ന് പറയുമ്പോൾ 10⁻⁻34 എന്ന് 8 പോയി കഴിഞ്ഞാൽ 26 ഡിവൈഡഡ് ബൈ താഴെ 10⁻⁻41. ഓക്കെ, 34 - 8 26. ഓക്കെ, നൗ ഈ കാണുന്ന 1/2536 എന്നുള്ളതിൽ ഞാനൊരു 250 പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 1/10 - 1/13 അപ്രോക്സിമേറ്റ് ചെയ്യാണ് കേട്ടോ. നൗ ദിസ് ഈസ് ഈക്വൽ ടു 8.28 into 4.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറൗണ്ട് 40. ഓക്കെ, 8 into 4.8 42, 64, പിന്നെ ഒരു 1/3 0.3. Okay, that's around 40 divided by 9.1 into this will be 26 ഉം 41 എന്ന് പറയുമ്പോൾ 26 4 പിന്നെ ഒരു 11 10⁻15 divided by 250. ഇത് 13 - 10 3 divided by 130. സോ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്ന ഒരു 0 ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാം. സോ ബാക്കി എന്താണുള്ളത്? 4 into 3 which is 12, താഴെ 9.1 into 25 into 130 into 10⁻15. ഓക്കെ, സോ ഞാനിത് ഒന്നും കൂടെ, ഇത് വി സ്ക്വയർ ആണ് നമ്മൾ ചെയ്തു വരുന്നത്. സോ 12 അവിടെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഈ 250 25 കട്ട് ചെയ്യാൻ വേണ്ടി ഒരു 100 പുറത്ത് നിർത്തി കഴിഞ്ഞാൽ ഇറ്റ്സ് 10⁻13. ഓക്കെ, ഒരു 130ന്റെ അതും കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് 10⁻12. സോ 25ന് താഴെ ഒരു 9.1
25 into 13. So ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ you get 125 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ you get 4. So 48 താഴെ 9.1 into 13 into 10 raised to 12. Okay, so this is 48. ഇതിനൊരു 1.3 ആക്കി കഴിഞ്ഞാൽ 13 into 9 9 10 27 117 പിന്നെ ഒരു 0.1 എന്ന് വെച്ചാൽ 118 into 10 raised to 12. So it's 48 divided by ഇതിനെ ഞാൻ 11.8 12 എന്ന് എടുത്തു കഴിഞ്ഞാൽ into 10 raised to 11. ഇതാണ് v square. So v square is equal to 4 into 10 raised to 11. Square root എടുത്തു കഴിഞ്ഞാൽ v is equal to ഇവിടെ പ്രശ്നം 10 raised to 11 ആണ്. So 2 into 10 raised to ഒരു 5ഉം പിന്നെ ഒരു root 10 ഉണ്ടാവും. Now root 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ approximately 3 ആണ്. So 2 root 10 into 10 raised to 5 which is approximately 6 into 10 raised to 5. 6 into 10 raised to 5 meter per second ആണ് ആൻസർ വരേണ്ടത്. യെസ്, 6 into 10 raised to 5നെ തന്നെ നമുക്ക് 0.6 into 10 raised to 6 എന്ന് എഴുതാം. So 0.6 into 10 raised to 6 meter per second. So the correct answer is option A. Now ഈ കാൽക്കുലേഷൻസ് ഇതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഞാൻ ചെയ്ത അത്ര ഫാസ്റ്റ് ആണെന്നല്ല പറയുന്നത്. ഈസ് ദർ എനി ട്രിക്ക്? സോ പലപ്പോഴും ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. ഓക്കെ, വളരെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. അപ്പോൾ ഈ കാൽക്കുലേഷൻസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതൊരു ലെങ്തി കാൽക്കുലേഷൻ ആണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പൊ നിങ്ങളത് നീറ്റ് ആവട്ടെ, JEE ആവട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, ലെങ്തി പ്രോബ്ലംസ് അതിൽ ഉണ്ടാവാം. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള നമ്പേഴ്സോ മറ്റോ ആയിരിക്കണം എന്നില്ല. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഇന്ന് ആക്ച്വലി ഞാൻ ക്ലാസിന്റെ ഇടയിൽ ചെയ്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ അവസാനത്തേക്ക് വെക്കുന്നു. അവസാനത്തെ സമയത്ത് ബാക്കി സമയം ടൈം ബാക്കി ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെയുള്ള ലെങ്തി പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യേണ്ടതുള്ളൂ. അതല്ലെങ്കിൽ, കാരണം എൻട്രൻസ് എക്സാം നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതിന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് ടൈമിനകത്ത് ഫിനിഷ് ചെയ്യുക എന്നുള്ളതും കൂടെ, അല്ലെങ്കിൽ ഈ പറയുന്ന സമയത്തിനകത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതും കൂടെ ഒരു ചാലഞ്ചാണ്. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ലെങ്തി പ്രോബ്ലംസ് എപ്പോഴും തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് അവസാനം അതിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടതാണ് ലെങ്തി ക്വസ്റ്റ്യൻസ്. സോ പ്രോബ്ലംസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ അറിയാം. അതായത് ഇപ്പോൾ ഇക്വേഷൻ ഇന്നതാണ്, അതിൽ വേറെ അതിനകത്ത് വേറെ ട്രിക്കോ കാര്യങ്ങളൊന്നുമില്ല, എന്ത് മാത്രമേ ഉള്ളൂ, പ്രോബ്ലം ലെങ്തി ആണ് എന്നുള്ള വിഷയം മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ ആകുമ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാകും ഇതൊരു ലെങ്തി പ്രോബ്ലം ആണെന്നുള്ളത്. സോ അതൊരു മറ്റൊരു സമയത്തേക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് റൗണ്ടിലേക്ക് മാറ്റി വെച്ച് നമുക്ക് ചെയ്യാവുന്ന അതിലുള്ള പരമാവധി ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ലെങ്തി പ്രോബ്ലത്തിൽ വർക്ക്ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ടൈം മെനക്കെടുത്തേണ്ടതുള്ളൂ. ഓക്കെ, സോ അത്രയും പറഞ്ഞ് നമ്മൾ ഡ്യുവൽ നേച്ചർ എന്നുള്ള ചാപ്റ്ററിന്റെ ഡിസ്കഷൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, സോ ഇതില് ശ്രദ്ധിക്കുക, ഡ്യുവൽ നേച്ചർ എപ്പോഴും എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. നീറ്റിന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. ഈവൻ JEE മെയിനിലും എല്ലാ വർഷവും ഓരോ ക്വസ്റ്റ്യൻ ഡ്യുവൽ നേച്ചറിന് ഉണ്ടാവാറുണ്ട്. സോ ചെറിയൊരു ചാപ്റ്റർ ആണ്. ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, എക്സ്പെരിമെന്റൽ സ്റ്റഡിയിലുള്ള 2-3 ഗ്രാഫുകൾ, അവസാനത്തെ ഡി ബ്രോയിസ് വേവ് ലെങ്ത് കണ്ടുപിടിക്കുക. ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ്, എന്താ പറയുക, ബഹുഭൂരിപക്ഷം ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മെയിൻ ആയിട്ട് ഐൻസ്റ്റീൻ ഇക്വേഷൻ പ്രോബ്ലംസ് ആണ് പഠിക്കേണ്ടത്. ദാറ്റ്സ് കറക്റ്റ്. മെയിൻ ആയിട്ടുള്ള ഐൻസ്റ്റീൻ ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് ചിലപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ചോദിക്കും, ചിലപ്പോൾ വെലോസിറ്റി ചോദിക്കും, ചിലപ്പോൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി ചോദിക്കും. അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അതിൽ ഉണ്ടാവുക. സോ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പരമാവധി വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ ഏതൊരു മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാനും നിങ്ങൾക്ക് അറിയണം. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേണോ, മാക്സിമം കൈനറ്റിക് എനർജി വേണോ, മാക്സിമം വെലോസിറ്റി വേണോ, ത്രെഷോൾഡ് ഫ്രീക്വൻസി വേണോ, ത്രെഷോൾഡ് വേവ് ലെങ്ത് വേണോ. ചിലപ്പോൾ വേവ് ലെങ്ത് തരും, അപ്പൊ നമുക്ക് പണിയാവും. ഫ്രീക്വൻസിയിൽ തരും, ചിലപ്പോൾ അത് ഇലക്ട്രോൺ വോൾട്ട് തരും, ചിലപ്പോൾ ഇലക്ട്രോൺ വോൾട്ട് ഇല്ലാതെ SI യൂണിറ്റ് തരും. അങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്ന ഒരു പരിപാടിയാണ് ഡ്യുവൽ നേച്ചറിൽ ഉണ്ടാവുക. പക്ഷേ എല്ലാത്തിന്റെയും അണ്ടർലൈങ് ഇക്വേഷൻ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ തന്നെയാണ്. സോ അത്രേ നമുക്ക് പറയാനുള്ളൂ. ഡ്യുവൽ നേച്ചർ അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള
കുറച്ചൊക്കെ പ്രോബ്ലംസ് വരുന്ന, എന്നാൽ ഏത് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചു വിട്ട് നമുക്ക് സോൾവ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ആയിട്ടുള്ള ഒരു സിമ്പിൾ, ഒരു ചെറിയ, എന്നാൽ എന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന, ഏതൊരു എക്സാമിനും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചെറിയ ചാപ്റ്റർ ആണ് ഡ്യുവൽ നേച്ചർ. സോ അതിന്റെ ഡിസ്കഷൻ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. സോ ദാറ്റ്സ് ഓൾ. മറ്റൊരു വീഡിയോ മറ്റൊരു സമയത്ത് മറ്റൊരു ചാപ്റ്ററുമായിട്ട് പിന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.